അപ്പോൾ മസാലക്കറിക്ക് വേണ്ടി 2 തക്കാളി, 3 ഉരുളക്കിഴങ്ങ്, പിന്നെ 3 സവോള ഇതിൽ കാണുന്നുണ്ട്. ഞാൻ 2.5 കഷ്ണം സവോള എടുത്തിട്ടുള്ളൂ. 2 തക്കാളി എന്ന് പറയുന്നത് വലിയ 2 തക്കാളിയാണ്. പിന്നെ സവോളയിൽ നിന്ന് ഒരു സവോളയുടെ പകുതി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 എരിവുള്ള പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി വലുതാണ് 3 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി മല്ലിയില. ഇനി മസാലപ്പൊടികൾ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല 2 സ്പൂൺ, പിന്നെ ഒരു കറാമ്പ് ഒരു 4 എണ്ണം, കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം ചെറു തീയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് ഇതാ ഒരു പകുതി ആക്കിയിട്ടേ ഉള്ളൂ, ചെറുതാക്കി അരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ച സവോള ഇട്ട് വഴറ്റി കൊടുക്കാം. വല്ലാതെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് മല്ലിയില ഒഴികെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. പിന്നീട് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെന്ത ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതാ പുളി, ഒരു ചെറിയ കഷ്ണം പുളി എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് അതൊന്ന് പുളി പിഴിഞ്ഞ് ഒരു 2 സ്പൂണേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കറിയിൽ. ആദ്യം 2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചത്. ഇനി വീണ്ടും 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി തിളയ്ക്കുമ്പോൾ ബാക്കി വന്ന മല്ലിയിലയും 2 സ്പൂണ് പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 4 കറാമ്പൂവും ഒരു കഷ്ണം കറാമ്പട്ടയും പിന്നെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് വഴറ്റി അതിൻ്റെ കൂടെ ഒരു ചെറിയ വെളുത്തുള്ളി കൂടി ചെറുത് അരിഞ്ഞ് ചേർത്ത് വഴറ്റിയതിന് ശേഷം കറി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. എണ്ണയൊക്കെ മേലെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കറക്റ്റ് അല്ല എങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കൂടെ ഞാൻ മുട്ടയും കൂടെ വറുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇവിടെ വെച്ച് അടുക്കളയിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കും മുട്ടയെല്ലാം കഴിച്ച് ഏകദേശം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. മോളും നന്നായിട്ട് കഴിച്ചു. ഞങ്ങൾ ചോറിനും കഴിച്ചു, പിന്നെ പിറ്റേന്ന് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ.